ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ആക്റ്റീവ 5G വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് പറഞ്ഞിരിക്കുന്ന കംപ്ലയിൻ്റ് ഒന്ന് പെട്രോൾ ഓവർഫ്ലോ പോകുന്ന കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ നമുക്ക് അതിൻ്റെ സെൽഫ് അടിക്കുന്നില്ല, ബാറ്ററിയുടെ കംപ്ലയിൻറ്റ്, വാട്ടർ സർവീസ്, ബ്രേക്ക് ചെക്ക് ചെയ്യാനുള്ള ദിവസം പറഞ്ഞിട്ടുണ്ട്. പിന്നെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുക, ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞാണ് അവർക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് ചെക്ക് ചെയ്യാനായിട്ട് അതിൻ്റെ കാർബറേറ്റർ യൂണിറ്റ് നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, ശരിക്കും കാർബറേറ്ററിനകത്ത് ഇതിവിടെ ഒരു ഫംഗസ് പിടിച്ചേക്കണ പോലെയൊക്കെ ഇവിടെ ഇതൊക്കെ ഉണ്ട്. ഈ കണ്ടീഷനിലൊക്കെ ഇങ്ങനെ പൊടിഞ്ഞു പോരാണ് കാർബറേറ്ററിൻ്റെ ഉള്ളിൽ നിന്ന് കേട്ടോ. ശരിക്കും അതാണ് മെയിനായിട്ട് അതിൻ്റെ ഒരു പ്രോബ്ലമായിട്ട് വന്നത്. ശരിക്കും പൊടി പോലെ, ഇത് അലുമിനിയം പൊടിയാണ്. അപ്പോൾ ശരിക്കും പൊടി പോലെ ഇങ്ങനെ കെമിക്കൽ റിയാക്ഷൻ വന്നിട്ട് വന്നാണ് പ്രശ്നമാണത്. അത് ശരിക്കും സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പെട്രോളിൽ ആഡ് ചെയ്യുന്ന എത്തനോളിൻ്റെ ഒരു കെമിക്കൽ റിയാക്ഷനാണ്. ഈ അലുമിനിയം വെള്ളത്തിൻ്റെ അംശം, അതായത് ഈർപ്പം കൂടി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അലുമിനിയം ക്ലാവ് പിടിച്ച ഒരവസ്ഥയിൽ പൊടിഞ്ഞു പോകുന്ന ഒരു കംപ്ലയിൻ്റ് ഉണ്ട്. ശരിക്കും ആ പ്രോബ്ലമാണ് നമ്മുടെ ഈ കാർബറേറ്ററിന് സംഭവിച്ചാണ് കംപ്ലയിൻറ്റ്. ഇവിടെ നോക്കുമ്പോൾ അറിയാം, ക്യാമറയിൽ അത്ര ക്ലിയർ ആയിട്ട് കിട്ടുമെന്ന് അറിയില്ല. ഇവിടെ നോക്കുമ്പോൾ കൈമൊക്കെ പൊടിയെ പോലെ വന്നുണ്ടോ, ഇതൊക്കെ അങ്ങനെ അലുമിനിയം അങ്ങനെ പൊടിഞ്ഞു പോവാണ്, അതാണ് സംഭവിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുക. ഇതിൻ്റെ ഉള്ളിലൊക്കെ നോക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ പൊടിയാണ് ഈ കാണുന്നത് കേട്ടോ. ഇത് അലുമിനിയം പൊടിഞ്ഞു പോകണമാണ് അതിൻ്റെ ഉള്ളിൽ നിന്നത്. അവിടെ നിന്നൊക്കെ അങ്ങനെ ദ്രവിച്ച് ഇങ്ങനെ പോവാണത്. അപ്പോൾ അതിന് നമുക്ക് ഇപ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ച് നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്തിടാം. അപ്പോൾ 100% നമുക്ക് ഇപ്പോൾ ഈ ഓവർഫ്ലോൻ്റെ പ്രോബ്ലം മാറുമെന്നൊരു ഉറപ്പ് പറയാൻ പറ്റില്ല. മാക്സിമം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ അത് ഈ സ്ലോ ജെറ്റും ബ്ലോക്ക് ആയിരിക്കുകയാണ്. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് ചേഞ്ച് ചെയ്തിടാം. കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് മാക്സിമം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. വീണ്ടും റിപ്പീറ്റ് ഓവർഫ്ലോൻ്റെ പ്രശ്നം കാണിക്കുകയാണെങ്കിൽ കാർബറേറ്റർ അസംബ്ലി മാറ്റിക്കളയാനാണ് തരുള്ളൂ. മാറ്റിയാലും വരുന്ന പെട്രോൾ ഇത് തന്നെയാണ് പ്രോബ്ലം. അപ്പോൾ അത് എന്താവും എന്നുള്ളത് അതൊരു ചോദ്യചിഹ്നമാണ്. കാരണം എന്താ വെച്ചാൽ ആ ഒരു അവസ്ഥയാണ് ഇപ്പോഴത്തെ ഒട്ടുമിക്ക ഈ വണ്ടിക്ക് നിന്ന് മാത്രമല്ല ഒട്ടുമിക്ക വണ്ടികളിലും കാണുന്നൊരു പ്രോബ്ലമാണ് ഈ ഒരു കംപ്ലയിൻറ്റ് കേട്ടോ. പിന്നെ അത് കൂടാണ്ട് നമുക്ക് അതിൻ്റെ പെട്രോൾ ടാങ്കിൻ്റെ ഉള്ളിലും അത്യാവശ്യം ഈ ഊറിയേക്കണ ഒരു അവസ്ഥയിൽ നിൽക്കണം. അതിൻ്റെ ഉള്ളിൽ മൊത്തം തുരുമ്പ് കാര്യങ്ങളുണ്ട് ഈ ടാങ്കിൻ്റെ ഉള്ളിൽ. നമുക്ക് ഇതിൽ കൂടെ നോക്കുമ്പോൾ കൃത്യമായിട്ടാണ് കാണാൻ പറ്റില്ല. അതിൻ്റെ അടിഭാഗത്ത് കാണുന്നൊക്കെ തുരുമ്പാണ് കേട്ടോ. അപ്പോൾ കാർബറേറ്റർ ക്ലീൻ ചെയ്യുന്ന കൂട്ടത്തിൽ നമുക്ക് ടാങ്ക് കൂടി ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ട് റീസെറ്റ് ചെയ്യാം. പൊള്ള തുരുമ്പ് നമുക്ക് ക്ലീൻ ചെയ്ത് കളയാം അതിൻ്റെ ഉള്ളിൽ നിന്ന്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ തുരുമ്പ് ഇട്ടാകുന്ന സ്ഥിതിക്ക് ടാങ്കിൻ്റെ ഉള്ളിൽ വീണ്ടും തുരുമ്പ് ഫോം ചെയ്യും. അപ്പോൾ മാക്സിമം നമുക്ക് ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുക്കാം. പിന്നെ അത് കൂടാണ്ട് നമുക്ക് അതിൻ്റെ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബാറ്ററി നോക്കുമ്പോൾ ബാറ്ററിയാണ് അതിൻ്റെ കംപ്ലയിൻറ്റ് കേട്ടോ. ബാറ്ററി മാറ്റിയാലാണ് നമുക്ക് സെൽഫിൻ്റെ കേസ് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. മീറ്റർ കണക്ട് ചെയ്താൽ തന്നെ നമുക്ക് ആ മീറ്ററിൻ്റെ ലൈറ്റ് തെളിയാനുള്ള പവർ പോലും ബാറ്ററിക്ക് ഇല്ല. ബാറ്ററി മാറ്റി വിട്ടാലാണ് അത് റെഡി ആവുള്ളൂ. അത് ഈ വൈസറിൻ്റെ ഇവിടെയൊക്കെ മൊത്തം പൊട്ടി കിടക്കുന്നുണ്ട്. അതൊന്നും പറഞ്ഞിട്ടില്ല, എന്നാൽ പോലും നമ്മളിപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ കാണിച്ചു തന്നൊന്നുള്ളൂ കേട്ടോ. നമ്മളതിൻ്റെ ഓയിലും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ എഞ്ചിൻ ഓയിൽ നോക്കുമ്പോൾ ഓയിൽ ഈ പറഞ്ഞ രീതിക്കുള്ള ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. തീരെ മോശം അവസ്ഥയിലേക്കൊന്നും ആയിട്ടില്ല. ഓയിൽ ലെവലൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നിലവിൽ ഇതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ നോക്കിയിട്ടൊന്ന് ക്ലിയർ ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാം.